ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര ഹിസാറിലോട്ടാണ്. കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലുള്ള യാത്രയാണ്. ഞാൻ കയറിയത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ല, നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിക്കുന്നത്. തേർഡ് AC കോച്ചിലാണ്. സൈഡ് ലോവർ സൈഡ് അപ്പർ ബെർത്താണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. 5 മണിക്കാണ് ഷൊർണൂരിൽ നിന്നുള്ള വണ്ടിയുടെ ടൈം. 5 ടൈമിനാണ്. അപ്പോൾ വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ 5:30 ആയി. അങ്ങനെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്, ഇതൊരു വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇതിന് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ ആൾക്കാർ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഹിസാർ എക്സ്പ്രസിൻ്റെ AC എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റിലോട്ടൊക്കെ നോക്കുകയാണ്. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്ലീൻ, നല്ല എന്താ പറയുക, വണ്ടി എടുത്ത സമയം മുതൽ നല്ല ക്ലീനായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല വൃത്തിയായിട്ട് IRCTCക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടി കുറ്റിപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ, ഇത് ഫുൾ AC ആണ് വണ്ടി. ഇതിനകത്ത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്, സ്ലീപ്പർ അങ്ങനെയുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഇല്ല. എല്ലാം ഫുൾ AC ആണ് കേട്ടോ. അപ്പം ഇത് കൊങ്കൺ വഴിയാണ് ഇതിൻ്റെ യാത്ര. ഇതിന് കുറേ വീഡിയോസ് ഞാനിത് കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂർ ഹിസാർ AC എക്സ്പ്രസ്സിലെ യാത്ര എന്ന് പറഞ്ഞ് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടിയുടെ റൂട്ട് മാപ്പും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. കോയമ്പത്തൂർ, ഷൊർണൂർ, കോഴിക്കോട് വഴി മാംഗ്ലൂർ, അത് കഴിഞ്ഞിട്ട് കൊങ്കൺ വഴി പനവേൽ, സൂററ്റ്, വഡോദര, അഹമ്മദാബാദ്, ജോധ്പൂർ, ഹിസാർ. ഇങ്ങനെയാണ് വണ്ടിയുടെ റൂട്ടെന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള കുറേ സ്റ്റേഷനുകളുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ IRCTC സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ റൂട്ട് നോക്കുക. പട്ടാളക്കാർക്കും അതുപോലെ അല്ലാതെ ജോബ് ചെയ്യുന്നവർക്കൊക്കെ അത് ഉപകാരമാണ് കേട്ടോ ഈ ഒരു വണ്ടി. അപ്പോൾ അഹമ്മദാബാദിൽ പോകേണ്ടവർക്കൊക്കെ ഈ ഒരു വീക്ക്ലി എക്സ്പ്രസ് കോഴിക്കോടുള്ളവർക്കും കാസർഗോഡുള്ളവർക്കും പിന്നെ പാലക്കാടുള്ളവർക്കൊക്കെ ഏറ്റവും ഒരു ഉപകാരമാണ്. ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂർകാർക്കും ഇതൊരു ഉപകാരമുള്ള വണ്ടിയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ അത്യാവശ്യം സീറ്റൊക്കെ അവൈലബിലിറ്റി കാണും, RAC സീറ്റൊക്കെ അവൈലബിലിറ്റി കാണും ഈ വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. AC എക്സ്പ്രസ് ആണ്, അതുകൊണ്ട് സുഖയാത്രയാണ്. എന്തുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നല്ല റൂട്ടൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഹിസാർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. കാരണം ഇപ്പോൾ എല്ലാം നമ്മുടെ കേരളത്തിലെ മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനാവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, എറണാകുളം, ഇതെല്ലാം അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയാൻ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ കൂട്ടല്ല, എല്ലാം നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനുകൾ അങ്ങനെ മാറ്റം വരണം. അങ്ങനെ നമ്മൾ നൈറ്റായി നമ്മൾ കഴിക്കാനുള്ള ഫുഡാണ്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. ചിക്കനും അതൊക്കെയായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. ചിക്കനും ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ രാത്രി നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഡാർക്കായിട്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ. അത്യാവശ്യം കിടിലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ ഫുഡ് മേടിക്കാനൊന്നും നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുഡെല്ലാം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് കാരണം ഞാൻ അധികം ഒന്നും വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ വണ്ടി നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് നല്ല വൃത്തിയൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. 8 മണിയായപ്പോൾ വണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇവിടെ IRCTCയുടെ ഫുഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് IRCTCയുടെ പിന്നെ നമ്മുടെ PNR നമ്പർ വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് നമുക്ക് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ 8 മണി കഴിഞ്ഞ് വണ്ടി കണ്ണൂരിൽ നിന്ന് പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ കണ്ണൂർ. അങ്ങനെ ഇരുട്ടി വരികയാണ്. അപ്പോൾ കുറച്ച് വിഷ്വലൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനിൽ വെട്ടം വിളിച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെ വീഡിയോകൾ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പകലുള്ള വീഡിയോകളാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതുകൊണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ എനിക്ക് ബോധം കാണുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മംഗലാപുരം അതുപോലെ മഡഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ രാവിലെ സമ്പർക്കാന്തി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ ഷൊർണൂർ എത്തിയതാണ്. ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി, അത് കണക്ഷൻ ട്രെയിൻ ആയതുകൊണ്ട് അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഞാൻ ഇനി വീഡിയോ എടുക്കുകയുള്ളൂ.
അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇത് നല്ല പക്ക ക്ലിയറാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറേ കൊച്ചുങ്ങളുണ്ട് കേട്ടോ. ഈ വണ്ടിക്കകത്ത് നല്ല ബഹളമായിരുന്നു. കാരണം നമുക്ക് നല്ല ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല ബഹളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ എത്തിയിരിക്കുന്നത് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് എത്തിയിരിക്കുന്നത് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ മംഗളൂരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ ഗൈസ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് നേരം ടൈമുണ്ട് കേട്ടോ. നമ്മൾ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം എടുക്കാനും വെള്ളം കയറ്റാനും ഒക്കെ ഉള്ള കുറേ ടൈമിങ് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മഡ്ഗോണാണ്. മഡ്ഗോണിലാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബൈ പറഞ്ഞ് നേരെ കൊങ്കൺ പാതയിലോട്ട് കയറുകയാണ്, റൂട്ടിലോട്ട് കയറുകയാണ്. അത്യാവശ്യം നമ്മളിപ്പം നോർത്തിലോട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ മരങ്ങൾ കാണും. അതൊക്കെ ഒരു നല്ല രസമാണ് കേട്ടോ. അതൊരു പ്രത്യേക വൈബാണ്. ചില റെയിൽവേ സ്റ്റേഷനിൽ മരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതൊരു പ്രത്യേക വൈബാണ്. അങ്ങനെ വണ്ടി മൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൻ്റെ ഹിസാർ വരെയുള്ള നമ്മൾ പാർട്ട് 1 വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോകൾ പാർട്ട് 2, പാർട്ട് 3 വീഡിയോകളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.